ഹായ്. കഴിഞ്ഞ ദിവസം മോർണിംഗ് റൂട്ടീൻ്റെ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയായിരുന്നു, ഇത് ഞങ്ങളുടെ ഷാരോണിയല്ല, ഞങ്ങളുടെ ഷാരോണി ഇങ്ങനെയൊന്നുമല്ല, ഇത് ആനിച്ചേച്ചിയുടെ സ്വപ്നങ്ങളിലെ ഷാരോണിയാണെന്നൊക്കെ പറഞ്ഞു. ആനിച്ചേച്ചി എൻ്റെ അമ്മയുണ്ടോ. ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ പറയണതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട്. കാരണം ഞാൻ അങ്ങനെ ഒരു റൊട്ടീനൊന്നും ഫോളോ ചെയ്യണ ആളൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് ലൈഫൊന്നും അല്ലായിരുന്നു. എൻ്റെ ലൈഫിൽ ആകെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന റൊട്ടീൻ എന്ന് പറയുന്നത് രാവിലെ എണീക്കുക ജോലിക്ക് പോവുക എന്നുള്ളതായിരുന്നു. പക്ഷെ എന്നും ഇങ്ങനെ ചെയ്ത് എനിക്ക് മടുപ്പായി തുടങ്ങിയായിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും രാവിലെ എന്തെങ്കിലുമൊക്കെ വായിക്കാൻ തുടങ്ങിയതൊക്കെ അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു കാര്യം ഒരു 21 ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാതെ അത് നമ്മുടെ ശീലത്തിലേക്ക് വരുമെന്ന്. അത് ഭയങ്കര സത്യമുണ്ടോ. ഇപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം എനിക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പം രാവിലെ എണീക്കുമ്പോൾ ജേർണലിങ് ചെയ്യണമെന്നും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കണമെന്നും മനസ്സ് അതിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർഡ് ആയ പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാൻ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, പീസ്ഫുള്ളായിരിക്കും നമ്മുടെ മൈൻഡ് എന്നൊക്കെയാണ്. ചിലപ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ളൊരു സമയത്തിൽ കൂടെ ആയിരിക്കും കടന്നു പോകണേ. പക്ഷെ നമ്മൾ ചെയ്യണ ഈ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ഇല്ലാണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ.